ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിനെ എത്ര കണ്ട് നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമോ അത്ര കണ്ട് നമുക്ക് മനഃശാന്തിയും അനുഭവമാകും. എന്താണ് മനഃശാന്തി? അസ്വസ്ഥമാകാതെ സ്വസ്ഥമായിരിക്കുന്ന ഒരു മനസ്സാണ് മനഃശാന്തി അനുഭവിക്കാൻ യോഗ്യത ഉള്ളത്. അത്തരം ഒരു മനസ്സിനെ നാം നിത്യ അഭ്യാസത്താൽ വാർത്തെടുക്കേണ്ടതാണ്. മനസ്സെപ്പോഴും ചഞ്ചലമായിരിക്കുന്ന അവസ്ഥ നിത്യപരിചയം കൊണ്ടുവരുന്നതാണ്. അതിനാൽ ആ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി വയ്ക്കാൻ ശീലിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ശീലം കൊണ്ട് മാത്രമേ മനസ്സ് അടങ്ങുകയുള്ളൂ. വേണ്ടാത്ത വഴിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ വേണ്ട വഴിയിലേക്ക് തിരിച്ചുവിടാൻ അത് അഭ്യാസം കൊണ്ടേ കഴിയുകയുള്ളൂ. പരിശീലനം അതിനാവശ്യവുമാണ്. വെറുതെ ഒരു കാര്യവും നേടിയെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. പിന്നെ ആത്മബോധം, ഈ ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആത്മബോധമുണ്ടാകാൻ അതിൻ്റേതായ ശ്രമം ആവശ്യമല്ലേ? അതെങ്ങനെ വെറുതെ നമുക്ക് ലഭിക്കുമോ? അതിനാൽ നമ്മുടെ മനസ്സിനെ നാം തന്നെ നേർവഴിയിലേക്ക് നയിക്കണം. ആ മനസ്സിനെ നേർവഴിയിലേക്ക് തിരിച്ചു വിടുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ നാം സഹിക്കേണ്ടതായി വരും. അങ്ങനെ ആ പ്രതികൂലങ്ങളെയെല്ലാം തന്നെ പരിഭവം കൂടാതെ സഹിക്കുന്ന ഒരു മനോഭാവത്തിനാണ് തപസ് എന്ന് പറയുന്നത്. തപസ്സെത്ര ഗാഢം മനസ്സത്ര ശാന്തം ശിരസ്സെത്ര കുബ്ജം യശസ്സെത്ര യുച്ചം. തമസ്സാണ്ടുറങ്ങം മനസ്സാത്മമിത്രം ജനിച്ചെന്ന തോന്നൽ മരിക്കുമ്പോൾ മാത്രം. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പരമസത്യമാണിത്. തപസ്സെത്ര ഗാഢം മനസ്സത്ര ശാന്തം. തപസ് എത്ര ഗാഠമാണോ, നമ്മുടെ മനസ്സ് എത്ര കണ്ട് ആത്മോന്മുഖമായി തീരുന്നുവോ അത്ര കണ്ട് മനസ്സ് ശാന്തമാകും. അതാണ് തപസ്സെത്ര ഗാഠം മനസ്സത്ര ശാന്തം. നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടുകയുള്ളൂ. തപസ്സെത്ര ഗാഠം. ഗാഠം എന്ന് പറഞ്ഞാൽ എന്താ? അഗാധമായി മനസ്സിനെ പല വഴിക്കും പതറി വിടാതിരിക്കുന്ന അവസ്ഥ. അതാണ് തപസ്സെത്ര ഗാഠം മനസ്സത്ര ശാന്തം ശിരസ്സെത്ര കുബ്ജം യശസ്സത്ര യുച്ഛം. ശിരസ് എത്ര കണ്ട് താഴുന്നുവോ അത്ര കണ്ട് നമ്മുടെ യശസ് വർദ്ധിക്കും. അതായത് നമ്മൾ നാലാളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് ഞാൻ ആരാണെന്നറിയുമോ, നീ ആരടാ എന്നെല്ലാം ചോദിച്ച അഹങ്കാരം തലപൊക്കുന്ന മനസ്സാണെങ്കിൽ ജനങ്ങൾ ആ വ്യക്തിയെ അടിച്ചമർത്തുക തന്നെ ചെയ്യും. എന്നാൽ എല്ലാവരുടെ മുമ്പിൽ വിനയവും ബഹുമാനവും എല്ലാവരെയും ആദരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാവുന്നതിനെയാണ് ശിരസ് എത്ര കണ്ട് താഴുന്നുവോ, എന്നാൽ അഹങ്കാരം എത്ര കണ്ട് നമുക്ക് കുറയുന്നുവോ അത്രയും യശസ് അത്രയും നമുക്ക് കൂടും, വർദ്ധിക്കും. ആ ഉച്ചത്തിലാവും നമ്മളുടെ പേരും പെരുമയും. അത് പേരിനും പെരുമയ്ക്കും നടന്നാൽ ആ പേര് നമ്മെ വിട്ട് ഓടിപ്പോകും. ആരാണോ പേര് വേണ്ട എന്ന് പറഞ്ഞ് പേരിൽ നിന്നും പിന്തിരിയുന്നത് അവരെ പേര് അനുഗമിക്കും. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ശിരസ്സെത്ര കുബ്ജം, നമ്മുടെ തല എത്ര കണ്ട് താഴുന്നുവോ. കുബ്ജം എന്ന് പറഞ്ഞാൽ കുനിയുക. നമ്മുടെ ശിരസ് എത്ര കണ്ട് കുനിയുന്നുവോ അത്ര കണ്ട് നമ്മുടെ യശസ് ഉച്ചത്തിലാകും. തമസ്സാണ്ടുറങ്ങും മനസ്സാത്മശത്രു.
നമ്മുടെ മനസ്സിൽ തമസ്, അജ്ഞാനം എത്ര കണ്ട് ആണ്ടുണ്ടാകുന്നുവോ ആണ്ടുപോകുന്നുവോ, അതാണ് തമസ്സാണ്ടുറങ്ങും. തമസിൽ ആണ്ടുപോയാൽ പിന്നെ നമുക്ക് ഉറക്കം തന്നെയായിരിക്കും, ഒന്നിനെയും തിരിച്ചറിയാനുള്ള ബോധമില്ല. തമസ്സാണ്ടുറങ്ങും മനസാത്മശത്രു. അങ്ങനെയുള്ളവരുടെ മനസ്സ് ആത്മബോധം ഉണ്ടാകാൻ ഉതകുന്നതല്ല. അതാണ് ആത്മാവിൻ്റെ ശത്രുവാണ് തമസ്സാണ്ടുറങ്ങുന്ന മനസ്സ് എന്നർത്ഥം. അങ്ങനെ തപോത്കർഷമേലും മനസാത്മമിത്രം, തപസ്സിൽ ഉത്കർഷത ഉണ്ടാകുന്ന, തപസ്സെന്നാൽ ഏത് പ്രതികൂലങ്ങൾ വന്നാലും കുലുക്കമില്ലാതെ അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന മനോഭാവം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം വരും, അനിഷ്ടം വരും, സുഖം വരും, ദുഃഖം വരും. സുഖം മാത്രമായി ആരും തന്നെ ഇല്ല. നാം പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സംഭവിക്കുകയില്ല. നേരെ വിപരീതമായും സംഭവിച്ചു എന്ന് വരാം. അതിനെയെല്ലാം ഒരേ മനസ്സോടുകൂടി അഭിമുഖീകരിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. തപോത്കർഷം, ആ തപസ്സുകൊണ്ട് ഉത്കർഷമേറുന്ന മനസ്സാണ് ആത്മാവിൻ്റെ മിത്രം. എന്നാൽ തമസ്സാണ്ടുറങ്ങുന്ന മനസ്സ് ആത്മാവിൻ്റെ ശത്രുവാണ്. തമസ്സാണ്ടുറങ്ങും മനസ്സാത്മാ ശത്രു. തമസിലാണ്ടുറങ്ങുന്ന മനസ്സ് ആത്മാവിൻ്റെ ശത്രുവാണ്. തപോത്കർഷമേലും, ഈ വൈപരീത്യങ്ങളെയെല്ലാം യാതൊരു ചലനവുമില്ലാതെ സ്വീകരിക്കുന്ന വ്യക്തിയാണ് തപോത്കർഷം ഉള്ള ആൾ എന്നാണ്. തപോത്കർഷമേലും മനസ്സാത്മമിത്രം, തപസ്സിൽ ഉത്കർഷമുള്ള ഒരു മനുഷ്യൻ്റെ മിത്രം. അങ്ങനെയുള്ള മനസ്സ് ആത്മാവിൻ്റെ മിത്രമാണ്. തമസ്സാണ്ടുറങ്ങുന്ന, അജ്ഞാനത്താൽ ആണ്ടുറങ്ങുന്ന മനസ്സ് ആത്മാവിൻ്റെ ശത്രുവും, തപസ്സുകൊണ്ട് ഉത്കൃഷ്ടമായ മനസ്സ് ആത്മാവിൻ്റെ മിത്രവുമാണ്. നമ്മുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് തമസ്സിലാണ്ട മനസ്സാണ്. അതാണ് വിപരീതമായ ബുദ്ധിയാണ് അതിനുള്ളത്. എന്നാൽ തപോത്കർഷമുള്ള ഉത്കൃഷ്ടമായ ആ മനസ്സിൻ്റെ സംയമനമുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അത് ആത്മാവിൻ്റെ മിത്രവുമാണ്. അതിനാൽ നാം വളരെ ശ്രദ്ധിച്ച് മനസ്സംയമനത്തോടുകൂടി വിവേകത്തോടുകൂടി ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ ആത്മബോധം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ധരിച്ചിരിക്കുന്നു ആത്മീയത എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളരുതാത്ത വ്യക്തികൾക്കുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. എല്ലാ കഴിവുകളും ഉള്ളവർ, സർവ്വ സൽഗുണങ്ങളും നിറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ആത്മോത്കർഷം ഉണ്ടാവുകയുള്ളൂ. ആത്മബോധം എന്ന് പറയുന്നത് അത്ര നിസാരമായ ഒരു കാര്യമല്ല. ഗൾഫിൽ പോയി ജോലി ചെയ്ത് കുറേ പണമുണ്ടാക്കുന്നത് പോലെയല്ല ആത്മോത്കർഷം. അതിനേക്കാൾ ശ്രേഷ്ഠമായതും അതിനേക്കാൾ ത്യാഗവും ക്ലേശവും നമുക്ക് അനുഭവിക്കുമ്പോൾ മാത്രമേ ഏറ്റവും ഉത്കൃഷ്ടമായ ആത്മബോധം ഉണ്ടാവുകയുള്ളൂ. അതിന് എത്രയോ ജന്മങ്ങളിലെ സംസ്കാരം നമുക്ക് വേണം, എത്രയോ ജന്മങ്ങളിലെ പരിപക്വത നേടണം നമുക്ക്. അപ്പോൾ മാത്രമേ ആത്മോത്കർഷം ഉണ്ടാവുകയുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ വീണു കിട്ടുന്നതല്ല ഇതൊന്നും. അതുപോലെ മഹാത്മാക്കളായ ആരും തന്നെ ജനിക്കുന്നില്ല. അവരുടെ നിത്യജീവിതത്തിൽ പ്രാതികൂല്യങ്ങളെയെല്ലാം തരണം ചെയ്ത് മനസ്സിനെ സ്വസ്ഥമാക്കി വയ്ക്കാൻ അവർ അഭ്യസിച്ച് ഏത് പ്രതികൂലങ്ങൾക്കുള്ളിലും തൻ്റെ ജീവിതം പരാജയത്തിലേക്ക് കൂപ്പുകുത്താതെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അവർക്കും ഉത്കൃഷ്ടമായ പാത തെളിയിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് മാത്രമേ മഹത് പദവി നേടാൻ സാധിക്കുകയുള്ളൂ. അത് ത്യാഗോജ്വലമായ ഒരു ജീവിതം കൊണ്ടാണ് മഹത്വത്തിലേക്ക് നാം ഉയരുന്നത്. അല്ലാതെ അത് അച്ഛനും അമ്മയിൽ നിന്നും ജനിച്ചു വരുന്ന ഒന്നല്ല.
അല്ലെങ്കിൽ ജന്മനാ നമുക്ക് കിട്ടുന്നതുമല്ല. അത് കർമ്മണ ആണ്, ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. തപസ്സെത്ര ഗാഢം മനസ്സത്ര ശാന്തം ശിരസ്സെത്ര കുബ്ജം യശസ്സെത്ര യുച്ചം. തമസ്സാണ്ടുറങ്ങും മനസാത്മശത്രു തപോത്കർഷമേലും മനസാത്മമിത്രം.